ഞാൻ കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ വാച്ചറായിട്ട് ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ പേര് എൻ രാധാകൃഷ്ണൻ നായർ. ഈ ആനയായിട്ട് എനിക്ക് ഏറ്റവും കുറഞ്ഞത് ഒരു 15 വർഷത്തെ പരിചയമുണ്ട്. ആനയെ എവിടെ വെച്ച് എന്ത് കൊടുത്താലും ആ സ്നേഹം വെച്ച് എവിടെ വെച്ച് വിളിച്ചാലും ആന അന്നേരം അവിടെ നിൽക്കും. ഒരു കൊല്ലം ആന അമ്പലത്തിൽ നിന്ന് പോരാൻ ഞാൻ തന്നെ ചെന്ന് ആനയ്ക്ക് തീറ്റ കൊടുത്താണ് തോട്ടത്തിൽ കൊണ്ട് ആനയെ കിട്ടിയത്. മഞ്ഞക്കടമ്പിൽ തറവാട്ടിലെ 5 സഹോദരന്മാരുടെ വീട്ടിലും ഇവൻ ഏതു നേരം വേണമെങ്കിലും കടന്നു ചെല്ലാമെന്നല്ല, അതുവഴിയെ കടന്നു പോയാൽ ഇവൻ കൃത്യമായി തിരിഞ്ഞു നിൽക്കും. തൻ്റെ പങ്ക് കിട്ടിയാലേ പിന്നെ മടക്കമുള്ളൂ. അതിന് എത്ര തിരക്കാണെങ്കിലും പ്രശ്നമില്ല. പാപ്പാന്മാർ പലപ്പോഴും പഠിച്ച പണി 18 നോക്കിയിട്ടുണ്ട്. താൻ തന്നെ പണി നോക്കി പോടൂ, എൻ്റെ പങ്ക് ഇവർ തന്നല്ലാതെ ഞാൻ ഒരിടത്തേക്കുമില്ല എന്ന് പറഞ്ഞൊരൊറ്റ നിൽപ്പങ്ങനെ നിൽക്കും. സ്നേഹം നിറഞ്ഞ അധികാരം, അത് എല്ലാവർക്കും അറിയുകയും ചെയ്യാം. വീട്ടുകാരും നാട്ടുകാരുമെല്ലാം ഈ അധികാരത്തെ ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. നാട്ടുകാരിൽ പലരും അതുകൊണ്ടാണ് വിനോദ് കടന്നു പോകുമ്പോൾ ഒരു ഓലമടലെങ്കിലും കരുതി വെച്ച് നൽകുന്നത്. അത്രയെങ്കിലും കൊടുത്തില്ലെങ്കിൽ സങ്കടം അവർക്കാണ്. നാട്ടുകാരുടെയും പ്രിയപ്പെട്ടവനായി തീർന്നിരിക്കുന്ന ഇവനു വേണ്ടി ചിലർ വണ്ടി പിടിച്ചുവരെ പനമ്പട്ടയും മറ്റ് തീറ്റ സാധനങ്ങളും സ്നേഹത്തോടെ കൊണ്ടുവന്നിട്ടുണ്ട്. വിനോദ് ഞങ്ങൾ കുട്ടികൾക്കൊരു കളിക്കൂട്ടുകാരനെ പോലെയാണ്. പ്രത്യേകിച്ച് ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവർക്കും. എനിക്കൊരു 2 വയസ്സുള്ളപ്പോഴാണ് വിനോദിനെ പായിപ്പാടിൽ നിന്ന് മേടിക്കുന്നത്. ഞാനും മേടിക്കാൻ വേണ്ടി പോയിരുന്നു. അന്നോട്ട് എന്താ പറയുക, നല്ലൊരു കൂട്ടുകാരനെ പോലെയാണ് വിനോദ്. എനിക്ക് മാത്രമല്ല, അവിടെയുള്ള ഇപ്പം പാപ്പാന്മാരില്ലെങ്കിൽ തന്നെയും അവിടെയുള്ളവർ, നാട്ടിലുള്ള ആർക്ക് വേണമെങ്കിലും വിനോദിൻ്റെ അടുത്ത് ചെല്ലാം. അത്രയൊരു എന്താ പറയുക, ഫ്രീഡമുണ്ട്. ഉത്സവപ്പറമ്പുകളിൽ പോകുന്ന അതേ ഉത്സാഹത്തോടെ വിനോദ് തടി പിടിക്കുവാനും പോകാറുണ്ട്. ഷാജിയുമൊത്തുള്ള അത്തരം യാത്രകൾ വിനോദിന് ഏറെ ഇഷ്ടവുമാണ്. ഉടമസ്ഥൻ്റെ അഭിമാനമായി ഒപ്പം നടക്കുന്നതിൻ്റെ സുഖം. ആ യാത്രകളിൽ ചില സ്പെഷ്യൽ വിഭവങ്ങൾ കിട്ടാറുണ്ട്. ഷാജിക്കും അതിൽ സന്തോഷം, അഭിമാനം. ഷാജിക്ക് വിനോദിനെക്കുറിച്ച് ഒരൊറ്റ പരാതിയുള്ളൂ. അതല്പം ഗൗരവമുള്ള പരാതിയുമാണ്. അസുഖങ്ങൾ വന്നാൽ ഇവൻ മരുന്ന് കഴിക്കില്ല. ചില കുട്ടികളെ പോലെ തിരിഞ്ഞും മറിഞ്ഞുമെല്ലാം നിന്നുകടെ. ഒരു തരത്തിലും വായ തുറക്കില്ല. അഥവാ കഴിച്ചാൽ തന്നെ തുപ്പിക്കളയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെ ആയാൽ പിന്നെ എന്തു ചെയ്യും? കൊടുത്തല്ലേ പറ്റൂ. ഷാജി അപ്പോൾ ഒരു സൂത്രപ്പണി ചെയ്യും. മരുന്ന് ജ്യേഷ്ഠൻ്റെ വീട്ടിലെത്തിക്കും. പതിവ് പടിക്കായി ഇവൻ അവിടെ ചെല്ലുമ്പോൾ ഇവൻ അറിയാതെ മരുന്ന് ആഹാരത്തിൽ കലർത്തി നൽകും. ഇവൻ അതൊട്ടറിയുകയുമില്ല. ഇങ്ങനെ ചില നിർബന്ധങ്ങളും കുസൃതികളുമൊക്കെയായി ഈ പാലാക്കാരൻ 20കളുടെ യൗവന തുടിപ്പിൽ പരിലസിക്കുകയാണ്. കിടങ്ങൂരിൽ നിന്നും ഗജശ്രേഷ്ഠ പുരസ്കാരം ലഭിക്കുന്നതിന് മുമ്പ് ഗജകേസരി പുരസ്കാരവും ഇവൻ ലഭിച്ചിട്ടുണ്ട്. 2008 പാലായിലെ മുരുക്കുംപുഴ ദേവീക്ഷേത്രത്തിൽ നിന്നാണ് ആ അംഗീകാരം കിട്ടിയത്. വിനോദ് അറിയാത്ത ഒരു ഉത്സവവും പാലാദേശത്തില്ല. അല്പസ്വല്പം തടിപ്പണിയും പിന്നെ ചില ഉത്സവങ്ങളുമായി വിനോദ് അങ്ങനെ പോകുന്നു. ഈ ആകാരം ഭാവിയിലേക്ക് ചില വാഗ്ദാനങ്ങളും നൽകുന്നുണ്ട്. ഷാജിയുടെ സ്നേഹ പരിപാലനങ്ങൾക്ക് മുന്നിൽ അനുസരണയുള്ള കുട്ടിയായി വിനോദിൻ്റെ യാത്ര അങ്ങനെ തുടരുന്നു. ആശങ്കകളൊന്നുമില്ലാതെ, അഭിമാനപൂർവ്വം.